നമ്മൾ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉള്ള ഒരാളാണെന്ന് വിചാരിച്ചു. നിങ്ങളാണെങ്കിലും അങ്ങനെ വിചാരിച്ചാൽ മതി. നിങ്ങൾ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരാളാണ്. നിങ്ങളെ സറൗണ്ട് ചെയ്ത് ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലൈഫ് പാർട്ട്ണർ അതിൽ തിരഞ്ഞെടുക്കുകയും ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈ ആർക്ക് പ്രയോറിറ്റി കൊടുക്കും? നിങ്ങൾ ഒരുപാട് പേരുണ്ട്, ഏകദേശം എല്ലാവരും ഒരേ രീതിയിലുള്ള കോമൺ ഫാക്ടേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇത് എൻ്റെ ഒരു ജസ്റ്റ് ഒരു പ്രൊവോക്കേഷനാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക, ഇല്ലെന്നുണ്ടെങ്കിൽ കളഞ്ഞേരം, കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് എപ്പോഴും ലൈഫിൽ ഒരാളെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരുപാട് പേരുണ്ടെങ്കിൽ ഒരു 10 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് ഒരാളെ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ആ ഓപ്ഷൻസ് തെറ്റിപ്പോവുകയും ചെയ്തു. എങ്ങനെ നമ്മൾ ഓപ്ഷൻസ് തിരഞ്ഞെടുക്കും? നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് നാൾ ഇടപെട്ടാലൊന്നും ചിലപ്പോൾ ഒരാളെ മനസ്സിലാക്കാൻ ചാൻസ് ഇല്ല. അപ്പം അയാളുടെ ഇടപെടൽ സാധാരണ ഉള്ള സർക്കംസ്റ്റൻസിൽ എല്ലാ ആൾക്കാരുടെയും വെച്ച് നോക്കുക. നിങ്ങൾ ഒരുപാട് പേര് നിങ്ങളെ പ്രയോറിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും പ്രയോറിറ്റി നിങ്ങളുടെ ജീവിതകാലം മൊത്തവും നിങ്ങൾക്ക് ഇപ്പോൾ സ്നേഹിക്കുന്ന പോലെ തന്നെ സ്നേഹിക്കാൻ പറ്റുന്ന ആളെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. പക്ഷേ അങ്ങനെ വരുന്ന സമയത്ത് തെറ്റിപ്പോരും. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട ആദ്യത്തെ മെയിൻ കാരണം ജോലി. അയാളുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കാൻ പറ്റുന്ന ജോലിയാണോ, അല്ലെന്നുണ്ടെങ്കിൽ ആ ഇപ്പോൾ കാണുന്ന അതേ സർക്കംസ്റ്റൻസിലുള്ള സ്നേഹം നിങ്ങൾക്ക് ആജീവനം തരാൻ പറ്റും. പിന്നെ നോക്കേണ്ടത് സൗന്ദര്യം നോക്കണം. പിന്നെ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സർക്കംസ്റ്റൻസ്, അവർ ജീവിച്ചു വരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങളുടെ പ്രയോറിറ്റി കിട്ടണമെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാരെല്ലാം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഒരു പ്രയോറിറ്റി നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പോൾ വീട്ടുകാരും ബന്ധുക്കാരും നാട്ടുകാരും എല്ലാം പറയുന്നത് കേട്ട് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ആ ഒരു പ്രയോറിറ്റി കിട്ടില്ല. അപ്പം നിങ്ങളെ എപ്പോഴും ഒറ്റയ്ക്ക് നിന്ന് ഡിഫെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിലായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് അതിനകത്ത് വരുന്നത്.